ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ട് ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷാനവാസിക്കയുടെ ഏറ്റവും വലിയൊരു പ്ലാൻ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്താണ് ഷാനവാസികയ്ക്ക് നേടാനുള്ളത് എന്ന് ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ ഷാനവാസിക മെയിൻലി പറഞ്ഞൊരു കാര്യം സിനിമയാണ്. സിനിമയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. സിനിമയിൽ കയറണമെന്ന് വിചാരിച്ച് ഇൻഡസ്ട്രിയിലോട്ട് വന്ന ആളാണ്. എന്നാൽ സീരിയൽ കിട്ടിയപ്പോൾ അതിലേക്ക് മാറിപ്പോയി. പല സിനിമകളും വന്നിട്ടും ആ സീരിയലിൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് മാറാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് 6 വർഷത്തോളം നീണ്ടു നിന്ന കുങ്കുമപ്പൂവിൻ്റെ സീരിയലിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയലാണ് ഷാനവാസിക്കയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഷാനവാസിക്ക് സിനിമയോടായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. അങ്ങനെ പറയുന്നു. ഇനിയും സിനിമകൾ ചെയ്യണമെന്നും പണ്ടൊക്കെ ഷാനവാസിക്ക ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ പോയി കാണാനായിട്ട് എന്താ പറയുക, അവർക്ക് വെൽക്കം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസിന് ശേഷം പലരെയും കാണുമ്പം ഷാനവാസിക്കിനെ ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പം വെൽക്കം, ഹാർഡ്ലി വെൽക്കമാണ് ചെയ്യുന്നതെന്നാണ് ഷാനവാസിക്ക മെയിൻലി പറയുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഷാനവാസിക്ക് നല്ലൊരു സിനിമയും നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസിക്ക അത്ര ആക്റ്റീവ് അല്ല. ഞാനൊരു ഡോക്ടർ റോബിൻ വേഴ്സസ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്നും ഭയങ്കര വ്യത്യാസപ്പെട്ടാണ് ഷാനവാസിക്ക ഒട്ടും ആക്റ്റീവ് അല്ല. ഷാനവാസിക്കയോട് കുറച്ച് ആക്റ്റീവ് ആകാനും യൂട്യൂബിലെ ചാനൽസ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസ് വന്നു. ആ സെയിം ഒപ്പീനിയൻ തന്നെയാണ് എനിക്കും ഉള്ളത്. കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കുറച്ചുകൂടെ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ടോ അല്ലെങ്കിൽ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസി കൊണ്ടാവണം. അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടുള്ള നാട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ബിസിനസ് പ്ലാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ അതിലേക്കൊക്കെ ആഞ്ഞിറങ്ങിയത് കൊണ്ടാവണം ഇത്രത്തോളം എന്താ പറയുക ഒരു എഫേർട്ട് എടുക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ പറ്റാത്തതും. ഷാനവാസിക്കയുടെ ഒരുപാട് ഫിലിംസ് ഷാനവാസിക്ക ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അറിയാതെ പോയ കുറച്ച് ഫിലിംസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോലീസ് ജൂനിയർ എന്ന് പറയുന്ന സിനിമയാണ്. അത് 2018 ഷാനവാസിക്ക ചെയ്തതാണ്. ഷാനവാസിക്ക് ഒരു അവാർഡ് പോലും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഫേസ് എന്ന് പറയുന്നത് അടൂർ ബാസി അവാർഡ്, ന്യൂ ഫേസ് ആയിട്ട് അടൂർ ബാസി അവാർഡ് പോലീസ് ജൂനിയറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോസ്റ്റർ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. നല്ല പോസ്റ്ററൊക്കെ ഉണ്ട് അതിന്. പിന്നെ പറയുന്നത് അത് 2018 അപ്പോൾ 2019 ഒരു നാടകമേ ഉലകം എന്ന് പറയുന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 ബിഗ് സല്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് സല്യൂട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന AKB കുമാർ എന്ന് പറഞ്ഞൊരാളായിരുന്നു. അപ്പം നാടകമേ ഉലകം അതിന് ശേഷമാണ് വന്നത്, അല്ല അതിന് മുന്നേ 2011 നാടകമേ ഉലകം വന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്പീഡ് ട്രാക്കിൽ ദിലീപേട്ടൻ്റെ കൂടെ 2007 ഷാനവാസിക്ക അഭിനയിച്ചിട്ടുണ്ട്. അത് ബൈ ചാൻസ് കിട്ടിയതാണ് ഷാനവാസിക്ക എപ്പോഴും പറയാറുണ്ട്. പിന്നെ ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്, 2016 ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോപാലപുരാണം, മണൽ പക്ഷികൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമ ഷാനവാസിക്ക ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമകളൊന്നും അത്ര എന്താ പറയുക ഹൈപ്പായിട്ട് വരികയോ അങ്ങനെ എന്താ പറയുക ഒത്തിരി വിജയം കൊണ്ടോ അങ്ങനൊന്നുമില്ല. പക്ഷേ പോലീസ് ജൂനിയർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നരേൻ്റെ കൂടെ ആയിരുന്നു ഷാനവാസിക്ക അഭിനയിച്ചത്. അപ്പം അതിൽ ഒരു ആർമിക്കാരൻ്റെ ഒരു സിനിമയായിരുന്നു. അപ്പം ആ ഒരു സിനിമയ്ക്കകത്താണെങ്കിൽ ഒരു അവാർഡ് ഷാനവാസിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ന്യൂ ഫേസ് അവാർഡ്. ആ അവാർഡല്ലാതെ വേറെ അവാർഡുകൾ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സീരിയൽ മേഖലയിലാണ്. അപ്പം ഇതുപോലെ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട് ഷാനവാസിക്ക ഉണ്ടെങ്കിൽ തന്നെയും അത്രത്തോളം എന്താ പറയുക ഒട്ടും ഹൈപ്പ് ഇല്ലാത്ത സിനിമകളായതുകൊണ്ടാവണം ഷാനവാസിക്കനെ ശ്രദ്ധിക്കാതെ പോയത്. മാത്രമല്ല ഷാനവാസിക്ക പറയുന്നുണ്ടായിരുന്നു സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. പക്ഷേ സീരിയൽ ഓൾറെഡി കമ്മിറ്റ് ആയതുകൊണ്ട് പിന്നെ സിനിമയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. ബിക്കോസ് അവിടെ കമ്മിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരുന്നു, പക്ഷേ ഷാനവാസിക്ക മാറാൻ പറ്റില്ല. അപ്പം ഇനിയും ഷാനവാസിക്ക വേറൊരു സ്ഥലത്തിലേക്ക് മാറുന്നില്ല, സിനിമ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്തിരിക്കുവാണെന്നാണ് ഷാനവാസിക്ക മെയിൻലി പറയുന്നത്. ഷാനവാസിക്ക അങ്ങനെ തന്നെ നല്ലപോലെ സിനിമ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനും. ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടെയുണ്ട്. ഇപ്പം ബിഗ് ബോസിന് ശേഷമാണെങ്കിൽ തന്നെയും കുങ്കുമപ്പൂ സീരിയലിന് ശേഷം ഒരുപാട് എന്താ പറയുക അമ്മമാരും ഒക്കെ ആയിരുന്നു ഷാനവാസിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നുവെച്ചാൽ ലോകമെമ്പാടും സിംഗപ്പൂർ, ന്യൂസിലൻഡ്, കാനഡ, ലവ് ഫ്രം കാനഡ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഷാനവാസിക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഷാനവാസിക്ക് ഇഷ്ടമാണ്. ഒരുപാട് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നിച്ചായത് കാരണം എന്തായാലും ഷാനവാസിക്ക് നല്ലൊരു ഫ്യൂച്ചറായിട്ടുള്ളൊരു സിനിമ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ യൂട്യൂബിലുണ്ട് ഈ സിനിമകളൊക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എങ്ങനെ ഉണ്ട് എന്ന്. പോലീസ് ജൂനിയർ,
അതിന് ന്യൂ ഫേസ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിഗ് സല്യൂട്ട്, നാടകമേ ഉലകം, സ്പീഡ് ട്രാക്ക്, ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ, പിന്നെ ഗോപാലപുരാണം, മണൽ പക്ഷികൾ, അങ്ങനെ ഒരു സിനിമകളുണ്ട്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. യൂട്യൂബിലുണ്ട്. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. ലവ് യു ഓൾ. ബൈ.